പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ എൻ രാമചന്ദ്രന്റെ മകൾ ആരതി പല ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വെളിപ്പെടുത്തിയത്. താനും കുടുംബവുമായിട്ടായിരുന്നു കാശ്മീരിൽ യാത്ര പോയത്. അതിനിടയിലാണ് പെട്ടെന്ന് ഭീകരാക്രമണം ഉണ്ടായത്. അച്ഛനെ തന്റെ കൺമുന്നിലിട്ടാണ് അവർ കൊന്നത്. ജീവനെ ഭയന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു താനും മക്കളും. ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു അനിയത്തിയെ പോലെ തന്നെ കാശ്മീരി ഡ്രൈവറായ മുസാഫിറും സമീറും സഹായിച്ചത് കൊണ്ട് മാത്രമാണ് തങ്ങളിപ്പോൾ ജീവനോടെ ഉള്ളതെന്നും ആരതി പറയുകയാണ്. ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് കേൺ അപേക്ഷിച്ചിരുന്നു. അയാൾ തോക്കുകൊണ്ട് എന്റെ തലയിലേക്ക് തട്ടുകയായിരുന്നു. മാത്രമല്ല എന്റെ അച്ഛനെ നിമിഷനേരം കൊണ്ട് വെടിവെച്ചു കൊന്നു. താനും തന്റെ 2 മക്കളും കിടന്ന് കരയുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞങ്ങളെ ഒന്നും ചെയ്യാതെ വിട്ടത്. എന്നിരുന്നാലും ജീവനും കൊണ്ടോടി. ആരതി മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ആരതിക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണമാണ്. കാരണം ഇവരുടെ അച്ഛൻ തന്നെയല്ലേ മരിച്ചതെന്നും അച്ഛൻ മരിച്ചിട്ടും എങ്ങനെയാണ് ഇതുപോലെ നിന്ന് ഒരു വിഷമവുമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നതെന്നും മേക്കപ്പും ലിപ്സ്റ്റിക്കും ഇട്ട് അണിഞ്ഞൊരുങ്ങി തന്നെയാണ് ആരതി സംസാരിക്കുന്നത് എന്ന തരത്തിൽ സൈബർ ആക്രമണം രൂക്ഷമായി ഉയരുകയാണ്. എന്നാൽ ആരതിക്ക് വേണമെങ്കിൽ വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും വിഷം തുപ്പി താൻ നേരിട്ട ദുരനുഭവത്തെ പൊലിപ്പിച്ച് പറയാമായിരുന്നു. ഹൃദയം നടുങ്ങുന്ന വേദന മനസ്സിലുണ്ടായിട്ടും വളരെ പക്വതയോടുകൂടിയാണ് ആരതി ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. അച്ഛൻ മരിച്ചിട്ടും വളരെ ബോൾഡായി തന്നെ സംസാരിക്കുന്ന ഇവരെ ധീരവനിത എന്ന് തന്നെ പറയണമെന്നൊക്കെ ആരതിക്ക് പിന്തുണയുമായിട്ടും ഒരുപാട് പേർ വരുന്നുണ്ട്.